Hi friends, welcome to I Choose Kitchen. ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ സദ്യ സ്പെഷ്യൽ ഇഞ്ചിപ്പുളിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇഞ്ചിക്കറി എന്നും പുളിയിഞ്ചി എന്നൊക്കെ പറയും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കാണാം. അതുകൂടി ക്ലിക്ക് ചെയ്താലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു വലിയ ചെറുനാരങ്ങയുടെ വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. കുരുക്കെ കളഞ്ഞിട്ടുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കുതിർത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്തെടുക്കാം. പെട്ടെന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാനായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഇതുപോലത്തെ കറുത്ത പുളി കിട്ടണമെങ്കിൽ അതെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം നമുക്ക് സദ്യയിൽ കിട്ടുന്ന ഇഞ്ചിക്കറിക്ക് ഒരു കറുത്ത കളറല്ലേ ഉണ്ടാവുക. ആ ഒരു കളർ കിട്ടണമെങ്കിൽ ഇതുപോലത്തെ കറുത്ത പുളി എടുക്കണം. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. മൺചട്ടിയിലോ ഉരുളിയിലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലോ ഏത് പാത്രത്തിലോ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ചട്ടി ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണ ചൂടായ നമുക്കിതിലേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇതുപോലെ നല്ല കുഞ്ഞായിട്ട് വേണം ഇഞ്ചി അരിഞ്ഞെടുക്കാനായിട്ട്. പച്ചമുളക് ഞാൻ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇഞ്ചി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചി നന്നായി മൂത്ത് ബ്രൗൺ നിറമായതിന് ശേഷമാണ് നമ്മൾ പച്ചമുളകും ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുള്ളൂ. 1.5 കപ്പ് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ അരിഞ്ഞത് കുറച്ച് വലുപ്പത്തിലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് നമ്മളിത് മൂപ്പിച്ചെടുക്കില്ലേ, നല്ല ബ്രൗൺ നിറം വരുന്നത് വരെ നമ്മളിത് മൂപ്പിച്ചെടുക്കില്ലേ. അതിന് ശേഷം ബ്രൗൺ നിറമായതിന് ശേഷം ഇതിൽ നിന്ന് ഇഞ്ചി കോരി എടുത്തിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്താലും മതി. അപ്പോൾ കുറച്ച് വലുപ്പത്തിലാണ് നിങ്ങൾ അരിഞ്ഞിട്ടുള്ളതെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഇഞ്ചി ബ്രൗൺ നിറം വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഇതുപോലത്തെ 2 ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ശർക്കര പാനി തയ്യാറാക്കാം. ഞാൻ ശർക്കര പാനി ആക്കിയിട്ടാണ് ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ചിലപ്പോൾ ഈ ശർക്കരയിൽ കല്ലും മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ പാനി ആക്കിയിട്ട് നമുക്കൊന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ കല്ലും മണ്ണൊക്കെ പോയി കിട്ടുമല്ലോ. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ശർക്കര പാനി തയ്യാറാക്കാം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചി ഏകദേശം മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി മൂത്ത് വരട്ടെ. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി നന്നായി വഴന്ന് ബ്രൗൺ നിറം വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗം വരുന്ന വരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 വലിയ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതാണ് ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ കറിവേപ്പിലയും പച്ചമുളകൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ കറിവേപ്പിലയും പച്ചമുളക് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ പുളി സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കൈകൊണ്ട് അരിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പയിൽ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഈ പുളി വെന്തതിന് ശേഷം മാത്രം ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്താൽ മതി. പുളി വേവുന്നതിൻ്റെ മുന്നേ നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പുളി വെന്ത് കിട്ടില്ല. അപ്പോൾ ഒരു 2-3 മിനിറ്റ് നന്നായി തിളച്ചതിന് ശേഷം മാത്രം ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ പുളി വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. പാകത്തിനുള്ള കട്ടിയാക്കി എടുക്കണം. നന്നായി ഇളക്കി കൊടുത്തിട്ട് ഇതിലത്തെ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി പാകത്തിനുള്ള കട്ടിയായിട്ടുണ്ട്. ഇനി ഈ ചട്ടിയിൽ ഇരുന്നിട്ട് തന്നെ ഒന്നുകൂടി കുറുകി വരും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചട്ടിയിലായതുകൊണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്താലും ഇതുപോലെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും കുറച്ച് നേരം കൂടിയും. അങ്ങനെ ഇത് കുറുകി വരികയും ചെയ്യും, കുറച്ചും കൂടി കട്ടിയായി വരികയും ചെയ്യും. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ച് വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഫ്രൈ പാൻ ചൂടായാൽ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുകൊന്ന് പൊട്ടി വന്നാൽ നമുക്കിതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാനുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറിയുടെ ചൂടൊക്കെ ഒന്ന് വിട്ടിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉലുവ വറുത്ത് പൊടിച്ചിട്ടാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ആദ്യം തന്നെ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഇതിൻ്റെ ചൂടൊക്കെ വിട്ടതിന് ശേഷം മാത്രം ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ചൂടോടുകൂടി ചേർത്ത് കൊടുക്കണമെങ്കിൽ നമ്മുടെ ഇഞ്ചിക്കറിക്ക് കയ്പ്പ് രസം വരും. അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് വിട്ടതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.